കിഴക്കഞ്ചേരി ശികുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയാലിസിസ് രോഗികൾക്കായുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ ശോഭ ആരോഗ്യ സ്പർശം പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡയാലിസിസ് രോഗികൾക്കായാണ് സാമ്പത്തിക സഹായം നൽകിയത്. പന്നിങ്കര ശോഭ ഹെർമിറ്റേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് സാമ്പത്തിക സഹായ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ ദിവസം കഴിയുന്നതോറും കിഡ്നി രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും എണ്ണം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പല കാരണം കൊണ്ടായിരിക്കാം, കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ആളുകളുടെ കാരണം നമ്മളൊരു ലോഡും അതേപോലെ തന്നെ വീടുകളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇവർക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റാൻ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള മനസ്സുകളും അതേപോലെ തന്നെ ശോഭാഗ്യവും തീർച്ചയായും അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെയുള്ള ഡോക്ടറുകൾ അതേപോലെ തന്നെ പര്യടനത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന വീടുകളാണെങ്കിലും ഇതേപോലെ. അപ്പോൾ കിഡ്നി അന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന് തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ പോലും പക്ഷേ പോകുന്ന പോക്കുവരവാണ് ഏറ്റവും വലിയൊരു പ്രയാസം. ശോഭ ഹെൽത്ത് കെയർ മെഡിക്കൽ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഖ്യ എസ് ദേവ് അധ്യക്ഷനായി. അസിസിയ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ആർ ശ്രീകൃഷ്ണ വിഷയാവതരണം നടത്തി. വലിയ പ്രോജക്റ്റിന്റെ തുടക്കം മാത്രമാണ്. അപ്പോൾ ഇനി ഈ പ്രോജക്റ്റ് അടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും പാലക്കാടും കേരളം മൊത്തവും വ്യാപിപ്പിക്കാനുള്ള ആശംസകൾ നേരുന്നു. ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായത്തിന് പുറമെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന ഡയാലിസിസ് രോഗികൾക്കും സാമ്പത്തിക സഹായം ആ മേഖലകൾക്കും സഹായം നൽകണമെന്ന് ഈ പ്രോജക്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി, ഡോക്ടർ അനന്തു, ഡോക്ടർ ഷൈൻ, ഡോക്ടർ ഉല്ലാസ്, CDPO വിജയലക്ഷ്മി, ജയരാജ് വർമ്മ എന്നിവർ സംസാരിച്ചു.